പ്രിയ ശ്രോതാക്കൾക്ക് മുരളി നെല്ലനാട് നോവൽസിലേക്ക് സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ സേതുബന്ധനം, അധ്യായം 14. കുറേ കഴിഞ്ഞപ്പോൾ മനസ്സൽപ്പം തണുത്തതുപോലെ തോന്നി. എത്ര നേരം ആ ഇരിപ്പ് തുടർന്നു എന്നറിയില്ല. ജനൽത്തുണ്ടിനപ്പുറത്ത് കാണുന്ന ആകാശ കഷ്ണത്തിന് ചുവപ്പു നിറം വീണതു കണ്ടപ്പോൾ നന്ദിനി പിഴഞ്ഞെഴുന്നേറ്റു. കാരിത്തുമ്പാൽ മുഖം തുടച്ചിട്ട് അവൾ മുറ്റത്തേക്ക് നടന്നു. മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അരികിൽ ആരോ വന്നതറിഞ്ഞ് നന്ദിനി മുഖം തിരിച്ചു. കൺമുന്നിൽ സഞ്ജീവൻ. യതിയേട്ടൻ വന്നില്ല, അവൾ വിളറിയ ചിരിയോടെ പറഞ്ഞു. ആ, ഞാൻ വന്നത് നന്ദിനിയെ കാണാനാ. അച്ഛൻ വന്ന് വേദനിപ്പിച്ചൂലേ? നന്ദിനി എന്നോട് ക്ഷമിക്കണം, ഹൃദയവേദനയോടെ അയാൾ പറഞ്ഞു. ഞാനതൊക്കെ അർഹിക്കണോ സഞ്ജുവേട്ടാ? അയാൾ തെല്ലിട മൗനം പാലിച്ചു. സുനന്ദയുടെ ആലോചന വന്നപ്പോ ഞാൻ എതിർത്തത് മറ്റൊന്നും കൊണ്ടല്ല. ഒക്കെ എനിക്കറിയാം. കതിർമണ്ഡപത്തിൽ വെച്ച് യതിയിൽ നിന്ന് ഞാനത് അറിഞ്ഞിരുന്നു. തണുത്ത ഒച്ചയിൽ അയാൾ പറഞ്ഞു. ശിരസ് നെടുകെ പിളർന്നതുപോലെ നന്ദിനിക്ക് തോന്നി. ആ രഹസ്യം സഞ്ജുവേട്ടനും അറിഞ്ഞെന്നോ? എന്നിട്ടും ഇന്നോളം അലിവോടെ മാത്രമേ തന്നോട് സംസാരിച്ചിട്ടുള്ളൂ. യതിയും സുനന്ദയും തമ്മിലുള്ള അടുപ്പം നന്ദിനെ അനുവദിച്ചു കൊടുക്കരുത്. അത് ആപത്താണ്, അയാൾ ഓർമ്മിപ്പിച്ചു. ഞാൻ എന്തു ചെയ്യും സഞ്ജുവേട്ടാ? അവൾ വിങ്ങിപ്പോയി. സിറ്റൗട്ടിൽ സുഭദ്രാമ വന്നു നിൽക്കുന്നത് സഞ്ജീവൻ കണ്ടു. സഞ്ജു എന്താ അവിടെ? കുപ്പിച്ചില്ലിന്റെ മൂർച്ചയായിരുന്നു സുഭദ്രാമയുടെ സ്വരത്തിന്. യതി വന്നോന്നറിയാൻ കേറിയതാ. പിന്നീടൊന്നും പറയാതെ അയാൾ തിരിഞ്ഞു നടന്നു. രാത്രി ഉറക്കം വരാതെ കിടന്നപ്പോൾ അന്നും നന്ദിനിയുടെ മനസ്സിൽ ചിറ്റമ്മയുടെ മുഖം കടന്നു വന്നു. പിരിഞ്ഞിട്ട് 1 മാസമായിരിക്കുന്നു. ഒന്നു കാണാൻ എന്നേ മനസ്സ് കൊതിക്കുകയാണ്. വഴിക്കണ്ണുമായി ചിറ്റമ്മയും കാത്തിരിപ്പുണ്ടാവും. നന്ദിനിയുടെ മിഴികളിൽ നിന്ന് ചുടുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. നാളെയൊന്നു പോയാലോ? ആ മടിയിൽ തലവെച്ച് കുറേ നേരം കിടക്കണം. മനസ്സു കുറേ തണുക്കും. യതീന്ദ്രന്റെ മുറിയിൽ നിന്ന് സംഗീതത്തിന്റെ നനുത്ത ശബ്ദം വന്നുകൊണ്ടിരുന്നു. ഉറങ്ങിയിട്ടില്ലെന്നു മനസ്സിലായി. രാവിലെ അവൾ അറച്ചറച്ച് അങ്ങോട്ട് ചെന്നു. ഓഫീസിലേക്ക് പോകാനായി ഡ്രസ്സ് ചെയ്യുകയായിരുന്നു യതീന്ദ്രൻ. വാതിൽക്കൽ നിഴലാട്ടം കണ്ടപ്പോൾ മുഖം തിരിച്ചു. അനിഷ്ടത്തോടെ അയാൾ മുഖം ചലിപ്പിച്ചു. അവൾ കുടിനീരിറക്കി. എനിക്ക് ചിറ്റമ്മയെ പോയി കാണണമെന്നുണ്ട്. അതിന് നിന്നെ ആരെങ്കിലും ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നോടി? ഞാൻ വൈകിട്ടു വരാം. നീ വരണമെന്ന് ഇവിടെ ആർക്കും ആഗ്രഹമില്ല. അയാൾ അവഗണനയോടെ തല ചീകി. ഞാൻ പൊയ്ക്കോട്ടെ? എവിടാന്നു വെച്ചാ പോയി തുലയ്യ. അയാൾക്ക് കോപം വന്നു. അവൾ തിരിഞ്ഞു നടന്നു. നിൽക്ക്! കാര്യമറിയാതെ അവൾ നിന്നു. യതീന്ദ്രൻ കുറേ നോട്ടുകൾ എടുത്ത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അവളുടെ നേരെ നീട്ടി. ഇതെന്തിനാ? നന്ദിനിയുടെ സ്വരം വിറച്ചു. വാങ്ങിക്കോ, അയാൾ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ചിറ്റമ്മയ്ക്ക് കൊടുക്കാനായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. 2000 ഉണ്ട്. ഇന്നത്തെ കാലത്ത് വീട്ടുവേലക്കാരിക്ക് ഇത് കൂടുതലാ. അവളുടെ ഇടനെഞ്ചു പിളർന്നുപോയി. നോട്ടുകൾ മുറുകെ പിടിച്ച് അവിടെ നിന്ന് വിങ്ങിക്കരഞ്ഞു. യതീന്ദ്രൻ ബാഗുമെടുത്ത് അവളെ കടന്നു താഴേക്ക് പോയി. നന്ദിനി മുറിയിലേക്ക് നടന്നു. എല്ലാം സഹിച്ചേ തീരൂ. തന്റെ വിധി ഇതായിപ്പോയി. ഒരു കണക്കിന് ഈ പണം കിട്ടിയതും നന്നായി. വെറും കൈയോടെ ചിറ്റമ്മയെ എങ്ങനെ കാണാൻ പോകുമെന്നോർത്ത് വിഷമിച്ചതായിരുന്നു. വേഷം മാറി അവൾ താഴെ വന്നപ്പോൾ സുഭദ്രാമ്മ തെറ്റിയിലിരുന്നു പത്രം നോക്കുന്നു. നന്ദിനിയെ കണ്ടപ്പോൾ അവർ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒന്നൊഴിഞ്ഞു. പോകാൻ നിശ്ചയിച്ചോ? ചിറ്റമ്മയെ കാണാൻ പോവാ. അവൾ മുഖം കുനിച്ചു. ഇനി ഇങ്ങോട്ട് കാണാൻ വരാണ്ടിരുന്നാ മതി. എന്റെ മോൻ സമാധാനത്തോടെ ജീവിച്ചോട്ട്. ഞാൻ വേറെങ്ങോട്ട് പോകും അമ്മേ? ഭർത്താവിന്റെ ഒപ്പമല്ലേ ഭാര്യ നിൽക്കേണ്ടത്? ശാന്തമായി അവൾ ചോദിച്ചു. സുഭദ്രാമ്മയ്ക്ക് ദേഷ്യം വന്നു മുഖം ചുവന്നു. അവളുടെ ഒരു ഭർത്താവ് എന്നിട്ടാണോടി ഒരു വേലക്കാരിയെപ്പോലെ അവൻ നിന്നെ ദൂരെ നിർത്തുന്നത്? നന്ദിനി ഒന്നും പറയാതെ പുറത്തേക്ക് നടന്നു. 10 മണി കഴിഞ്ഞപ്പോൾ അവൾ വാടി തളർന്ന് ബാലരാമന്റെ വീട്ടിലെത്തി.
മൺകട്ടയാൽ തീർത്ത കൊച്ചുവീട്. ഇരുവശത്തുമുള്ള അരഭിത്തിയിൽ സിമന്റ് തേച്ചിട്ടുണ്ട്. പുറത്താരെയും കണ്ടില്ല. ചിറ്റമ്മയെ വിളിച്ചുകൊണ്ട് നന്ദിനി കോലായിലേക്ക് കയറി. കുട്ടിമാളു അമ്മ പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും അവർ കരഞ്ഞുപോയി. എന്റെ പൊന്നു മോളെ! നന്ദിനി ഓടിച്ചെന്ന് കുട്ടിമാളു അമ്മയെ മുറുകെ പുണർന്നു. അവർ വിറകൊള്ളുന്ന ചുണ്ടുകൾ കൊണ്ട് അവളുടെ നെറ്റിയിലും ശിരസിലും ചുംബിച്ചു. അന്ധയെപ്പോലെ പരതി പിടിച്ചു. തനിച്ചേ വന്നുള്ളോ മോളെ? പിന്നിൽ ബാലരാമന്റെ ഒച്ച കേട്ട് അവൾ തിരിഞ്ഞു. ഉവ്വ് ബാലൻ മാമ. അവൾ നനഞ്ഞ ചിരിയോടെ മിഴിയൊപ്പി. വരില്ല, വേറെ ആരും വരില്ല. ഞങ്ങളെ ആരും അംഗീകരിച്ചിട്ടില്ലാന്നറിയാം. കുട്ടിമാളു അമ്മ മുണ്ടിന്റെ കോന്തല പിടിച്ച് നനഞ്ഞ കണ്ണുകൾ ഒപ്പി. ചിറ്റമ്മ വല്ലാതെ പ്രാകൃതപ്പെട്ടു പോയെന്ന് നന്ദിനിക്ക് തോന്നി. നരപടർന്ന മുടി എണ്ണമയമില്ലാതെ പാറിപ്പറന്നു കിടക്കുന്നു. മുഖത്തെ ചുളിവും ഏറിയിട്ടുണ്ട്. എന്റെ കുട്ടിയെ, നിന്റെ പ്രസരിപ്പൊക്കെ പോയില്ലോ. കരച്ചിൽ വന്നെങ്കിലും നന്ദിനി നെഞ്ചിലടക്കി. എനിക്ക് സുഖാ ചിറ്റമ്മേ. സുനന്ദ പഠിക്കാൻ പോണില്ലേ? ബാലരാമൻ ഇരുമ്പു കസേരയിൽ ചെന്നിരുന്നു. ഉവ്വ്. കുട്ടിമാളു അമ്മ അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുട്ടിമാളു അമ്മയുടെ മടിയിൽ തലവെച്ച് നന്ദിനി കുറേ നേരം കിടന്നു. നഷ്ടപ്പെട്ടുപോയ ആ നല്ല ദിനങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് അവൾ വ്യഥ ആശിച്ചുപോയി. എന്തേ ഇങ്ങനെ വിളറി വെളുക്കാൻ? മാസം 1 കഴിഞ്ഞില്ലേ? വിശേഷം ഉണ്ടോ മോളെ? അവളുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് കുട്ടിമാളു അമ്മ ചോദിച്ചു. നന്ദിനി വല്ലാതൊന്നു പുളഞ്ഞുപോയി. ഇന്നും ഞാൻ കന്യകയാണെന്ന് ചിറ്റമ്മയ്ക്ക് അറിയില്ലല്ലോ. ഇല്ലെന്ന് ശിരസു ചലിപ്പിച്ചിട്ട് അവൾ മിഴികൾ പൂട്ടി. 3 മണിക്ക് നന്ദിനി മടങ്ങിപ്പോകാൻ തയ്യാറായി. അവൾ ബാഗിൽ നിന്ന് യതീന്ദ്രൻ കൊടുത്ത പണം പുറത്തെടുത്തു. കുട്ടിമാളു അമ്മയുടെ കയ്യിൽ പിടിച്ചു വച്ചു. എന്താ അത്? വേണ്ട മോളെ. ബാലരാമൻ ദ്രുതം അങ്ങോട്ട് വന്നു. ഇത് യതിയേട്ടൻ തന്നുവിട്ടതാ. ഒപ്പം വരാനും ആഗ്രഹിച്ചതായിരുന്നു. ഓഫീസില് തിരക്കിട്ട പണിയുണ്ടത്രേ. ചിറ്റമ്മ ഇത് മടക്കി തന്നാല് എനിക്ക് സഹിക്കാനാവില്ല. നന്ദിനിയുടെ കണ്ണുകൾ നനവൂറി. കുട്ടിമാളു അമ്മ നിറകണ്ണോടെ അവളുടെ നെറ്റിയിൽ മുത്തി. അവൾ ബാലരാമനെ നോക്കി. ഇവിടത്തെ സ്ഥിതി എനിക്കറിയാം ബാലൻ മാമ. ഓരോ മാസവും ചിറ്റമ്മയുടെ ചിലവിനുള്ള തുക ഞാൻ എത്തിക്കാം. നന്ദിനി മുറ്റത്തേക്കിറങ്ങി. ഹൃദയം പൊട്ടിപ്പിളരുന്ന പോലെ അവൾക്ക് തോന്നി. ഉച്ചയൂണ് കഴിഞ്ഞ് യതീന്ദ്രൻ സീറ്റിൽ വന്നിരുന്നിട്ടേയുള്ളൂ. പെട്ടെന്ന് തീർത്തുവിടേണ്ട ചില ഫയലുകൾ മേശപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ പ്യൂൺ സഹദേവൻ അരുകിൽ വന്നു. സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. യതീന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. ഒരു ഗോപാല പണിക്കർ. സാറിന്റെ വൈഫിന്റെ അയൽക്കാരനാണെന്നു പറഞ്ഞത്. യതീന്ദ്രൻ എഴുന്നേറ്റ് മുറിക്കു പുറത്തിറങ്ങി. ഇടനാഴിയിൽ പെൻസിൽ പോലെ മെലിഞ്ഞ ഒരു മനുഷ്യൻ കുടയും ഊന്നി നിൽപ്പുണ്ടായിരുന്നു. അയാളെ മാങ്കോയിക്കൽ വെച്ച് കണ്ടിട്ടുള്ളത് യതീന്ദ്രൻ ഓർത്തു. മാധവക്കുറുപ്പിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് രാവും പകലും അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ഭവ്യത കളിയാടി. എന്താ? എന്നെ മനസ്സിലായോ സാറിന്? ഉവ്വ്, വരൂ. യതീന്ദ്രൻ പരിചിത ഭാവം നടിച്ചു. സന്ദർശകർക്കിരിക്കാനുള്ള മുറിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു. ഇരിക്കൂ. യതീന്ദ്രൻ ഇരുന്ന ശേഷം അയാളും ഇരുന്നു. ഒരു പേപ്പർ ശരിയാക്കാനാ ഞാൻ വന്നത്. സെക്ഷനിൽ സാറിന്റെ പേരു പറഞ്ഞപ്പോ കാര്യം പെട്ടെന്ന് ശരിയായി കിട്ടി. ഒന്ന് കണ്ടിട്ടു പോകാന്ന് വെച്ചു കയറിയതാ. യതീന്ദ്രൻ തിടുക്കം വച്ചു. ആ. ഗോപാല പണിക്കർ വിസ്തരിച്ച് സംസാരം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. മാധവക്കുറുപ്പ് പോയതോടെ ഞങ്ങളുടെയൊക്കെ നല്ല കാലം കഴിഞ്ഞതുപോലായി. നാട്ടിലൊക്കെ എന്ത് വിലയുള്ള ആളായിരുന്നു. ഇപ്പോ മാങ്കോയിക്കലിന്റെ മുന്നിലൂടെ പോകുമ്പോ ചങ്കുപൊടിയും. യതീന്ദ്രൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. മൂത്ത കുട്ടി തനി തങ്കാ. പക്ഷെ അനിയത്തി ആളു കേമത്തിയാ. ഇപ്പോഴും ആ ചെക്കനുമായി ലോഹത്തിലല്ലേ? അവൾ അവനെ കെട്ടാൻ പോകുന്നെന്നൊരു ശ്രുതി നാട്ടിൽ പരന്നിരിക്കുന്നു. യതീന്ദ്രന്റെ നെഞ്ചിനൊരു വെള്ളിടി വെട്ടി. ആരുടെ കാര്യാ നിങ്ങൾ പറയുന്നത്? അയാൾ പെട്ടെന്ന് ചോദിച്ചു.
യതീന്ദ്രന്റെ ഭാവപ്പകർച്ച കണ്ട് ഗോപാലപ്പണിക്കർ തെല്ലൊന്നു പകച്ചു. സുനന്ദയുടെ പൂത്തേടത്തെ സുധിയുമായുള്ള അടുപ്പം സാറിനറിയില്ലേ? ഉം. യതീന്ദ്രൻ അമർത്തി മൂളി. കുറേ നാളായി തുടങ്ങിയ പ്രേമല്ലേ? കുറുപ്പ് വിചാരിച്ചിട്ടൊന്നും തടയാനും കഴിഞ്ഞില്ല. ഇന്നലെ ഞാൻ അറിയണു അവരുടെ രജിസ്റ്റർ വിവാഹം ഉടനുണ്ടെന്ന്. യതീന്ദ്രൻ പൊള്ളലേറ്റ പോലെ എഴുന്നേറ്റു. നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഓ. അയാളും എഴുന്നേറ്റു. യതീന്ദ്രൻ മുറിയിലേക്കു കയറി. അയാൾക്ക് അവിടെ ഇരിക്കാനായില്ല. ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുന്ന പ്രതീതി. ഒന്നും അറിയാതെ അയാൾ ഇത്രയും പറയുമോ? നാട് മുഴുവനും അറിഞ്ഞ കാര്യമെന്നല്ലേ കരുതാനാവൂ. സുനന്ദയ്ക്ക് അങ്ങനൊരു ബന്ധമുണ്ടാവുമെന്ന് അപ്പോഴും വിശ്വാസം വന്നില്ല. യതീന്ദ്രൻ പിന്നീട് ഓഫീസിൽ ഇരുന്നില്ല. വീട്ടിലെത്തുമ്പോൾ നന്ദിനി ഡൈനിങ് റൂമിൽ നിൽക്കുന്നത് കണ്ടു. പെട്ടെന്നുള്ള വരവ് അവളെയും അമ്പരിപ്പിച്ചു. നീ എന്റെ മുറിയിലേക്ക് വാ, അമർത്തിയ ശബ്ദത്തിൽ പറഞ്ഞിട്ട് യതീന്ദ്രൻ വേഗം സ്റ്റെയർകേസ് കയറി. നന്ദിനി ഉൾഭീതിയോടെ അയാളെ പിന്തുടർന്നു. ഡ്രസ് മാറാതെ കത്തിയെരിഞ്ഞു നിൽക്കുകയായിരുന്നു അയാൾ. ആരാണ് സുധി? പൂത്തേടത്ത് സുധി? അവളുടെ കണ്ണുകളിലേക്ക് ചൂഴ്ന്നു നോക്കി അയാൾ മുരണ്ടു. നന്ദിനിയുടെ മുഖം കുനിഞ്ഞു. സുനന്ദയുടെ അടുപ്പം അറിഞ്ഞുള്ള വരവാണെന്ന് തീർച്ച. നിന്റെ അനിയത്തിയും സാമർഥ്യക്കാരിയാണല്ലോടി. അയാളുടെ വാക്കുകൾ കടുത്ത നിരാശയും കോപവും പ്രകടമായി. ഞാൻ കേട്ടത് സത്യമാണല്ലോ. ഇപ്പോ അവര് തമ്മില് ഒന്നുമില്ല. അവൾ യാചനയോടെ അയാളെ നോക്കി. യതീന്ദ്രന്റെ ഹൃദയം പിളർന്നുപോയി. അറിഞ്ഞതൊക്കെ നേരു തന്നെ. പൊയ്ക്കോ, അയാൾ വെട്ടിത്തിരിഞ്ഞു. നന്ദിനി തെല്ല ആശ്വാസത്തോടെ മുറിവിട്ടു. യതീന്ദ്രന് ശരീരം മുഴുവനും അഗ്നി പടർന്നതുപോലെ തോന്നി. എല്ലാ പ്രതീക്ഷകളും വീണുടയുകയാണോ? ഇന്നോളമുള്ള സുനന്ദയുടെ വാക്കുകളും സാമീപ്യവും യാതൊരു സംശയവും തരാത്തതായിരുന്നു. അമ്മയുടെ പ്രീതി പോലും അവൾ നേടിയെടുത്തു. മനസ്സൊന്ന് തുറക്കാൻ വേണ്ടി ബുദ്ധിപൂർവം ഓരോ ചുവടും വിജയകരമായി മുന്നോട്ട് വെച്ച് നീങ്ങുകയായിരുന്നു. അയാൾ മുഷ്ടി ചുരുട്ടി ചുവരിലിടിച്ചു. വിടില്ലവളെ. ഒരിക്കൽ അവൾ മൂലം താനൊരു വാരിക്കുഴിയിൽ വീണു. പിന്നീട് ഉയർത്തെഴുന്നേറ്റതും അവളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഇനി യതീന്ദ്രനൊരു വിഡ്ഢിയാവില്ല. സുനന്ദ തന്റെ ഭ്രാന്താണ്. അവൾ മുന്നിലുള്ളപ്പോൾ മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയില്ല. വിറളി പിടിച്ച് ശേഷിച്ച പകൽ മുഴുവനും അയാൾ മുറിയിൽ കഴിഞ്ഞു. അത്താഴവേളയിൽ യതീന്ദ്രൻ സുനന്ദയെ ഗൂഢമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുനന്ദയുടെ എക്സാം തീർന്നോ? അയാൾ കുനിഞ്ഞിരുന്ന് ചോദിച്ചു. ഉവ്വ് യതിയേട്ടാ. ഇനിയിപ്പോ എന്താ മോളുടെ ആഗ്രഹം? സുഭദ്രാമ വാത്സല്യത്തോടെ ചോദിച്ചു. അവൾ ചിരിക്കുക മാത്രം ചെയ്തു. യതീന്ദ്രൻ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് നന്ദിനി ഭയന്നു. പക്ഷേ അയാളുടെ സ്വരം പിന്നീട് വന്നില്ല. ജോലി തീർത്തിട്ട് നന്ദിനി മുറിയിലെത്തി കിടക്ക വിരിച്ചു. ഹാളിലൂടെ യതീന്ദ്രൻ നടക്കുന്ന കാലൊച്ച അവളുടെ ഹൃദയതാളം വർദ്ധിപ്പിച്ചു. സുനന്ദയെപ്പറ്റിയുള്ള വാർത്ത കേട്ടതു മുതൽ ആൾ അസ്വസ്ഥനാണെന്ന് അവൾക്ക് തോന്നി. എപ്പോഴോ ഹാളിലെ ലൈറ്റ് അണഞ്ഞു. ക്ഷീണം കൊണ്ട് നന്ദിനിയും ഉറങ്ങിപ്പോയി. ടെലഫോണിന്റെ ബെല്ലടി കേട്ടാണ് യതീന്ദ്രൻ ഉണർന്നത്. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 7 മണി. അയാൾ എഴുന്നേറ്റ് ചെന്ന് റിസീവർ എടുത്തു. ചെവിയോടമർത്തിയപ്പോൾ ആരുടെയോ സംസാരം കേട്ടു. താഴെ ആരോ ഫോൺ എടുത്തെന്ന് മനസ്സിലാക്കി. സുനന്ദയുടെ ശബ്ദം അയാൾ തിരിച്ചറിഞ്ഞു. മറുഭാഗത്തു നിന്ന് പുരുഷസ്വരം വന്നപ്പോൾ യതീന്ദ്രൻ ജാഗരൂകനായി. ഞാനാ, സുധി. എന്തായി? സുനന്ദയുടെ പതിഞ്ഞ ഒച്ച. എല്ലാം ഓക്കെ. നാളെ 10 മണിക്ക് താൻ പറഞ്ഞ സ്ഥലത്ത് വന്നാൽ മതി. കാറുമായി ഞാനെത്താം. അച്ഛനും സുഹൃത്തുക്കളും രജിസ്ട്രാർ ഓഫീസിൽ വരും. 11 വിവാഹം. യതീന്ദ്രൻ വെട്ടിവിറച്ചു. റിസീവർ അയാൾ മുറുകെ പിടിച്ചു. തണുത്ത പ്രഭാതത്തിലും ശരീരത്തിലൂടെ വിയർപ്പ് കിനിഞ്ഞൊഴുകാൻ തുടങ്ങി. വീട്ടിൽ ആർക്കും ഒരു സംശയവും തോന്നരുത്. വിവാഹം കഴിഞ്ഞാലുടൻ നമുക്ക് വിളിച്ചു പറയാം. എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട. കൂടുതൽ സംസാരിക്കാനുള്ള സാഹചര്യമല്ല. നാളെ കാണാം. സുനന്ദയുടെ ആഹ്ലാദം തിരതല്ലുന്ന ശബ്ദം. ശരി, നാളെ നമ്മൾ വിവാഹിതരാവുന്നു. അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും
ഈ ചാനൽ ലൈക്കും ഷെയറും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി പ്രവീണ.